അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യു ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ അനുഗ്രഹങ്ങൾ നിറച്ചിട്ടുള്ള വിശുദ്ധ റമദാനിൽ അവൻ്റെ തൗഫീഖിനാൽ നമുക്ക് അനുകൂലമായി കിട്ടിയിട്ടുള്ള സാഹചര്യത്തെ, സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ചിരുന്ന് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അറിയാനും മനസ്സിലാക്കാനുമാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിച്ച് നാളെ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ല കർമ്മമായി നമുക്കെല്ലാവർക്കും ഇതിനെ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നാം ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യം നമുക്കറിയാം. വളരെ വേദനകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. ഏതു സമയത്തും പ്രശ്നങ്ങൾ ബാധിക്കാൻ സാധ്യതയുള്ള അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്കും നമ്മുടെ രാജ്യത്തിനും ലോകത്തുള്ള എല്ലാവർക്കും നാം അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന്, പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹു സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള, ചരിത്രത്തിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട വിഷയം ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. റമദാൻ എത്തിയാൽ
ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സംസാരങ്ങളും വ്യാപകമായി നടക്കാറുണ്ട്. പ്രത്യേകം പ്രഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ വിഷയത്തിൽ ലേഖനങ്ങൾ എഴുതപ്പെടാറുണ്ട്. ചെറിയ സന്ദേശങ്ങൾ വരാറുണ്ട്. അതിൻ്റെ എല്ലാം കാരണം ഷഹ്റു റമദാനിലാണ് ഈ യുദ്ധം ഉണ്ടായത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വളരെ വലിയ ത്യാഗം, പരീക്ഷണം സഹിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അവരിലൂടെ ഇസ്ലാമിന് വലിയ ആശ്വാസമാണ്, സമാധാനമാണ് ഉണ്ടായിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പോരാടിയത്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അവർക്ക് ഊർജമായത്. ക്ഷമയും പ്രാർത്ഥനയും തവക്കുലുമായിരുന്നു അവർക്ക് വലിയ പരിച, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഭക്ഷണം അതായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയാത്ത വലിയ വിജയം ആ യുദ്ധത്തിൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അത്രത്തോളം വലിയ ഒരു വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അവസാനം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മുഖ്യമായ നേട്ടം അതായിരുന്നു മക്ക വിജയമടക്കമുള്ള ചരിത്രങ്ങൾ. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായ ഒട്ടേറെ വിജയങ്ങൾ, ഈജിപ്ത്, ഷാം പോലെയുള്ള നാടുകൾ, അലക്സാണ്ട്രിയ, ഫിലസ്തീൻ പോലെയുള്ള നാടുകൾ, ഇതെല്ലാം വിജയിക്കപ്പെടാനുണ്ടായ ഏറ്റവും അടിസ്ഥാനം അത് ഗസ്വത്തുൽ ബദർ യുദ്ധമായിരുന്നു. അവിടെ സഹാബത്തിനുണ്ടായിരുന്ന ഐക്യം, മാനസികമായ ഇണക്കം, വിശ്വാസം, അവർക്കിടയിലുണ്ടാക്കിയ സാഹോദര്യം, ഇതൊക്കെ ആ യുദ്ധത്തിൻ്റെ വിജയ കാരണങ്ങളിൽ പ്രധാനമാണ്. സൂറത്തുൽ ആൽ ഇംറാന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യുദ്ധത്തെ പരിചയപ്പെടുത്തിയത് ഒരായത്തായിട്ടാണ്, ഒരു ദൃഷ്ടാന്തമായിട്ടാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ആയത്ത് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് വലിയ കാര്യങ്ങൾക്കാണ്. നമുക്ക് തന്നെ ആശ്ചര്യവും അത്ഭുതവും തോന്നുന്ന വിഷയങ്ങൾക്കാണ് ആയത്ത് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ബദർ യുദ്ധത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ആയത്ത്, ദൃഷ്ടാന്തം എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, അത് ഒരായത്തായി മാറാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യത്തിന്റെ കൂടെയാണ്. അവിടുന്നിന്റെ കയ്യിലുള്ളതാണ് ഹക്ക്. ഇത് ശത്രുക്കളെ ബോധ്യപ്പെടുത്തണം. ആ യുദ്ധത്തിലൂടെ അങ്ങനെ ഒരു നേട്ടം ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയിരുന്ന, നന്ദി കെട്ടവനാണ് എന്ന് പറഞ്ഞിരുന്ന, ഭ്രാന്തനാണ്, മാരണം ബാധിച്ചവനാണ്, ഈ രൂപത്തിലൊക്കെ പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്ന ശത്രുക്കൾ, ആ ശത്രുക്കൾക്ക് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണ് ഹക്ക്. അതല്ലാത്തതൊക്കെ ബാത്തിലാണ്, പൊള്ളയാണ്, കളവാണ്. ഇത് പരസ്യമായി തന്നെ ബോധ്യപ്പെടുത്തണം, രഹസ്യമാക്കി വെക്കേണ്ട കാര്യമല്ല. ആ ഒരു വിജയം ആ യുദ്ധത്തിലൂടെ സാധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അതൊരു ആയത്തായി
ദൃഷ്ടാന്തമായി പഠിപ്പിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഉലുൽ അബ്സാറിന് ഈ യുദ്ധത്തിൽ ഗുണപാഠം ഉണ്ട്. ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ ഗുണപാഠം എന്നാണ്. ആരാണ് ഈ ഉലുൽ അബ്സാർ? യാതൊരു സംശയവും വേണ്ട, ഈമാനും യഖീനും അറിവും ഒക്കെയുള്ള ആളുകളാണ് ഉലുൽ അബ്സാർ. ഭൗതിക കാഴ്ചപ്പാടുള്ളവരല്ല ഇസ്ലാമിന്റെ വീക്ഷണത്തിലെ ഉലുൽ അബ്സാർ. ഭൗതിക കാഴ്ചപ്പാടും കഴിവും ഒക്കെ കുറെ ആളുകൾക്ക് ഉണ്ടാവും. വിശ്വാസം, അതിൽ ഉറച്ചു നിൽക്കുക, മതപരമായ ഒരു ബോധം, മതപരമായ അറിവ്, ഇതെല്ലാം ഉള്ളവരാണ് യഥാർത്ഥ ഉലുൽ അബ്സാർ. നല്ല ഉൾക്കാഴ്ചയുള്ളവർ, വിവേകമുള്ളവർ, അറിവുള്ളവർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഈ ഗുണം ആരിലാണോ ഉള്ളത് അവർക്ക് ഇതിൽ ഗുണപാഠം ഉണ്ട്, ഈ യുദ്ധത്തിൽ ഗുണപാഠമുണ്ട്. എന്തായിരിക്കും ആ ഗുണപാഠം? ഒട്ടേറെ ഗുണപാഠങ്ങളുണ്ട്. 30-ലധികം ഗുണപാഠങ്ങളെ പണ്ഡിതന്മാർ ആ യുദ്ധത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതല്ലാത്തത് വേറെയും ഉണ്ട്. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോ നമുക്ക് ആ യുദ്ധ ചരിത്രത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇബറത്താണ് കിട്ടേണ്ടത്. ഒരു കഥ കേട്ട് ആസ്വദിക്കുക എന്നതല്ല. അതിനാർക്കും കഴിയും. കഥ കേട്ട് ആസ്വദിക്കാൻ നല്ലൊരു ശതമാനം ആളുകൾക്ക് കഴിയും. ഒരാള് നല്ല ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, ആ നോവൽ ഇങ്ങനെ വായിച്ചാൽ അതിന്റെ തുടക്കം, അതിന്റെ മധ്യം, അതിന്റെ അവസാനം, ഇതൊക്കെ വലിയ സ്വാധീനം നമ്മളിൽ ഉണ്ടാക്കും. ആരെങ്കിലും ഒരു കഥ പറഞ്ഞു തരികയാണ്, അപ്പൊ ആ കഥ ഇങ്ങനെ കേട്ട് എന്തായിരിക്കും ആ കഥന്റെ അവസാനം, അത് കേട്ട് കഴിഞ്ഞാൽ അതോടുകൂടി അതിന്റെ വീര്യം പോകും. അപൂർവം ചിലതൊക്കെ മനസ്സിലുണ്ടാവുകയുള്ളൂ. ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഏത് സംഭവവും നമുക്കെന്താണ്? ഒരു ഇബറത്ത്, ഗുണപാഠമാണ്. ഏത് സംഭവം. അതിൽപ്പെട്ട ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ബദർ. നമ്മുടെ നാട്ടിലൊക്കെ ബദറിനെ കുറിച്ച്, ആ സംഭവത്തെ പറ്റി തെറ്റായ ഒരുപാട് ധാരണകളുണ്ട്. വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട യുദ്ധമാണ് ബദർ യുദ്ധം. അതിന്റെ അടയാളങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ കാണാൻ തുടങ്ങി. റമദാൻ 17-ലാണ് ബദർ നടന്നിട്ടുള്ളത്. ആ ദിവസമായി കഴിഞ്ഞാൽ ഇല്ലാത്ത കുറേ പോരിശകൾ, കഥകൾ, കെട്ടുകഥകൾ, കള്ളക്കഥകൾ, ഇതൊക്കെയാണ് സമൂഹത്തിന്റെ കാതുകളിൽ, സമൂഹത്തിന്റെ മനസ്സുകളിൽ ഇടം പിടിക്കുക. എന്താണ് അതിന്റെ ശരി? ഇത് കേൾക്കാൻ ആരുണ്ടാവുകയില്ല. ബദർ വസ്തുതാപരമായി ഇതായിരുന്നു, അങ്ങനെ മനസ്സിലാക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല. കാരണം ബദറിന്റെ ചരിത്രത്തെക്കുറിച്ച് ശരിയായ പഠനമുണ്ടായാൽ ശിർക്കും ബിദ്അത്തും ഇല്ലാതെയാകും. കള്ളക്കഥകൾക്കും കെട്ടുകഥകൾക്കും സ്ഥാനമില്ലാതെയാകും. പുരോഹിതന്മാർക്ക് അതൊരു പ്രയാസമായി മാറും. അവർക്ക് സമൂഹത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ചില കാര്യങ്ങളാണ് ബദറും മറ്റു പല സംഭവങ്ങളും. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഷിർക്കും ബിദ്അത്തും പ്രചരിപ്പിക്കപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് ബദർ. അതുകൊണ്ടാണ് ബദർ മാലക്കുണ്ടായത്. ബദർ മൗലീദ് എന്ന് പറയുന്ന കാര്യം ഏടുകളിലായി, പുസ്തകങ്ങളിലായി, ആളുകളുടെ പോക്കറ്റുകളിലും പള്ളികളിലും വീടുകളിലുമൊക്കെ ഇടം പിടിച്ചത് ഷിർക്കും ബിദ്അത്തും പ്രചരിപ്പിക്കാൻ ഇതിന്റെ മറവിൽ ആളുകൾ ഉണ്ടായി എന്നതുകൊണ്ടാണ്. അസ്മാഉൽ ബദരീൻ, അതിന് പ്രത്യേകമായ ഒരു സ്ഥാനം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം കൊടുക്കാത്തതായ ഒരു സ്ഥാനം,
അത് സമൂഹത്തിലുണ്ടായി. അസ്മാഹുൽ ബദരീന്റെ പേര് വീട്ടിലൊക്കെ തൂക്കിയിട്ടാൽ അത് വീടിന് കാവലാണ്, രക്ഷയാണ്. ആ വീടിന് പിന്നെ പ്രത്യേകിച്ചൊരു ഷർറും ഉണ്ടാവുകയില്ല. ഈ രൂപത്തിലുള്ള പച്ചയായ ശിർക്ക് സമൂഹത്തിന്റെ ഭാഗമായി. അതുപോലെ തന്നെ ബദർ ദിവസം പരിഗണിച്ച് പ്രത്യേക പരിപാടികൾ, പ്രത്യേക പലഹാരങ്ങൾ, പ്രത്യേക രൂപത്തിലുള്ള ദിക്റുകൾ, ഇതെല്ലാം സമൂഹത്തിന്റെ ഭാഗമായത് ഇസ്ലാമിലൂടെയല്ല. ലോകത്ത് ഷിയാക്കൾ ജന്മം കൊടുത്ത സൂഫികളുണ്ട്, ആ സൂഫികൾ സൃഷ്ടിച്ച ബറേൽവികളുണ്ട്, ബറേൽവികളെ അനുകരിച്ചു വന്ന ഖുറാഫികളുണ്ട്. അതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയാണ് ഷിയാക്കൾ, സൂഫികൾ, ബറേൽവികൾ, അഹ്ലുൽ ഖുറാഫ. ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ സൂഫികളും ബറേൽവികളുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ. ബദർ യുദ്ധത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിൽ അവിടുത്തെ സഹായികൾ 300 ചില്ലാനം സ്വഹാബികളാണ്. അവർക്കൊന്നും ഇത്തരം കാര്യങ്ങൾ പരിചയമില്ല. ബദർ യുദ്ധത്തിൽ ഒരുപാട് സ്വഹാബികൾ ഷഹീദായി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയും ബദരീങ്ങളുടെ പോരിശ പറഞ്ഞുകൊണ്ട് ഒരു വരി, അവർക്കില്ലാത്തൊരു പോരിശ, ഇല്ലാത്ത ഒരു ഗുണം പറഞ്ഞുകൊണ്ട് പാടിയതോ എഴുതിയതോ കാണാൻ കഴിയില്ല. ശേഷം വന്ന സ്വഹാബത്തിലും അങ്ങനെയില്ല. സ്വഹാബത്തിനെ കണ്ട് ജീവിച്ചവരുണ്ട്, അവരെ കണ്ട് ജീവിച്ചവരുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒട്ടേറെ പണ്ഡിതന്മാരുണ്ട്. അവർക്കൊന്നും ബദർ മൗലിദ് എന്ന ഒരു കാര്യം പരിചയമില്ല. അവരാരും അസ്മാഹുൽ ബദരീൻ എന്ന് എഴുതപ്പെട്ട ഒരു പേജ്, ഒരു പേപ്പർ, ഒരു കഷ്ണം അവരുടെ കയ്യിൽ കരുതിയിട്ടില്ല. അവരിലാണ് തവക്കുലാക്കേണ്ടത് എന്ന ഒരു വിശ്വാസം കൊണ്ടു നടന്നിട്ടില്ല. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരാരും അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഉണ്ടായി? അതാണ് സൂഫികളിലൂടെ, ബറേൽവികളിലൂടെ അത് ഉണ്ടായി വന്നു. അങ്ങനെ ലോകത്തിന്റെ ഭാഗമായി മാറി. കാരണം നല്ലൊരു ശതമാനം സൂഫികൾ ലോകത്തുണ്ട്, ബറേൽവികൾ ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീന ഫലമായി ഇത്തരം കാര്യങ്ങളൊക്കെ ലോകത്ത് ഇടം പിടിച്ചു. ആൾബലമുണ്ടെന്ന് കരുതി ഒരു ശിർക്ക് തൗഹീദാവുകയില്ല, ഒരു ബിദ്അത്ത് സുന്നത്താവുകയില്ല. അതുകൂടി മനസ്സിലാക്കണം. 4 ആള് അതിന്റെ പിന്നാലെ ഉണ്ട്, അല്ലെങ്കിൽ അത്തരം സരസ്സുകളിൽ അത്തരം കാര്യങ്ങൾക്ക് വലിയ ജനപിന്തുണയുണ്ട് എന്ന് കരുതി ശിർക്ക് എന്താവുകയില്ല, തൗഹീദാവുകയില്ല. അങ്ങനെ ആകുമായിരുന്നെങ്കിൽ ശിർക്ക് ചെയ്തിരുന്ന ഏറ്റവും വലിയ ജനം ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മുശ്രിക്കീങ്ങളായിരുന്നു. അവരെത്ര ആളുകളുണ്ടായിരുന്നു? അവർ ചെയ്ത ഒരു ശിർക്കും എന്തായിട്ടില്ല, തൗഹീദായി മാറിയിട്ടില്ല. അപ്പൊ ഇനി ലോകത്ത് ആര് ചെയ്താലും തൗഹീദായി അത് മാറൂല. അവർ കൊണ്ടു നടന്നിരുന്ന കുറെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും സുന്നത്തായി മാറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ലോകത്ത് ആര് ചെയ്താലും അത് സുന്നത്തായി മാറുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിനെ കുറിച്ച് യൗമുൽ ഫുർഖാൻ എന്ന് പരിചയപ്പെടുത്തിയത്. 2 കാര്യങ്ങളെ കുറിച്ചാണ് ഖുർആൻ അൽ ഫുർഖാൻ എന്ന് പറഞ്ഞത്. ഒന്ന് ഖുർആനെ സംബന്ധിച്ചാണ്, കലാമുല്ല, അള്ളാഹുവിന്റെ കലാമായിട്ടുള്ള ഖുർആന്റെ മറ്റൊരു പേരാണ് അൽ ഫുർഖാൻ. അതിന്റെ അർത്ഥം ഫറഖ ബൈനൽ ഹഖ്ഖി വൽ ബാത്തിൽ എന്നാണ്. സത്യത്തിന്റെയും കളവിന്റെയും ഇടയിൽ വേർതിരിവ് നടത്തിയ ഗ്രന്ഥം എന്നാണ്. അപ്പൊ ഖുർആൻ ആ ഒരു റോള് നിർവഹിച്ച ഗ്രന്ഥമാണ്. എന്താണ് ഹഖ്, എന്താണ് ബാത്തിൽ, അത് ഖുർആൻ നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തന്നു. ഇതുപോലെ ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ സത്യം എന്താണ്, അസത്യം എന്താണ് എന്ന് വേർതിരിക്കപ്പെട്ടു. ആരാണ് സത്യത്തിന്റെ ആളുകൾ, ആരായിരുന്നു കളവിനെ വഹിച്ച് നടന്നിരുന്നവർ,
കളവിന്റെ പ്രചാരകർ ആരായിരുന്നു? അത് ബോധ്യമാക്കപ്പെട്ട ദിവസമായിരുന്നു ഗസ്വത്തു യൗമുൽ ബദർ. അതുകൊണ്ടാണ് ഖുർആൻ തന്റെ അടിമയുടെ മേൽ യൗമുൽ ഫുർഖാൻ അല്ലാഹു ഇറക്കി. സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിവസമായിരുന്നു അത്. അപ്പോ നിസാരമായി നമ്മൾ കാണേണ്ട ഒരു ചരിത്രമല്ല എന്ന് തുടക്കത്തിൽ പറയാനുള്ള കാരണം അതാണ്. ഖുർആൻ അത്രയും വലിയ ഒരു അംഗീകാരം നൽകിയ ദിവസമാണ്. ബദർ നമുക്ക് നൽകേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ്. സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ആ ദിവസം അതാണ് റമദാനിൽ നമ്മിലേക്ക് അടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, അഹ്ലുൽ ഈമാനും അഹ്ലുൽ കുഫറും, വിശ്വാസത്തിന്റെയും നന്ദികേടിന്റെയും ആളുകൾ ശക്തമായ പോരാട്ടം നടന്ന ദിവസമാണ്. വലിയ പോരാട്ടം, ചെറിയ ഒരു പോരാട്ടമൊന്നുമല്ല, ശക്തമായ പോരാട്ടം. എന്തിനാണ് അത് അങ്ങനെ വേർതിരിച്ച് അഹ്ലുൽ ഈമാനും അഹ്ലുൽ കുഫറും എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാ? അത് ഈമാനാണ്. അതിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു അതിനെ ഇട്ടു തന്നു. എല്ലാവരുടെ മനസ്സിലേക്കും ഇട്ടു തന്നു. അതിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തന്നു. മനസ്സിലേക്ക് ഇട്ടു തന്നു എന്നതുകൊണ്ട് മാത്രം നമുക്കതിന്റെ രുചി കിട്ടണമെന്നില്ല. അള്ളാഹു തൗഫീഖ് ഏകണം. അപ്പൊ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമുക്ക് ഈമാന്റെ ആളുകളാകണം. എന്നാൽ അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ് ഏത്? കുഫർ. കുഫർ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അത് വെറുപ്പുള്ളതാണ്. അപ്പൊ ഇനി ആര് നന്ദി കെട്ടവനായാലും അള്ളാഹ്ക്ക് വെറുപ്പുള്ള റൂട്ടിലാണ് അയാളുള്ളത്, അള്ളാഹുവിന് ഇഷ്ടമുള്ള റൂട്ടിലല്ല. സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പഠിപ്പിച്ചല്ലോ, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അല്ലാഹു നിങ്ങൾക്ക് വിശ്വാസത്തെ ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സുകളിൽ അതിന് അല്ലാഹു അലങ്കാരം നൽകുകയും ചെയ്തിരിക്കുന്നു. മരണം വരെ നമ്മുടെ മനസ്സിൽ തിളങ്ങി നിൽക്കേണ്ട, ജ്വലിച്ചു നിൽക്കേണ്ട കാര്യമാണ് വിശ്വാസം. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അതിനെ പ്രകാശിപ്പിക്കാൻ സാധിക്കണം. എന്നാൽ അള്ളാഹു വെറുത്തിരിക്കുന്നു അൽ കുഫ്റ, നന്ദികേട്, സത്യനിഷേധം. ഇത് അല്ലാഹുക്ക് വെറുപ്പാണ്. വൽ ഫുസൂഖ്, തമ്മാടിത്തരം. വൽ ഇസ്യാൻ, ധിക്കാരം. ഇതൊക്കെ അല്ലാഹുക്ക് വെറുപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അതാണ് അഹ്ലുൽ ഈമാൻ. അള്ളാഹു ആരെയാണോ വെറുക്കുന്നത് അതാണ് അഹ്ലുൽ കുഫർ. ഈ രണ്ട് വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടിയ ദിവസം യൗമുൽ ബദർ. ചെറിയ നിസാരമായി കാണേണ്ട ഒരു ദിവസമല്ല അത്. അഹ്ലുൽ ഈമാന് വലിയ പേടിയുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു, ആൾബലമുണ്ടായിരുന്നില്ല. 300 ചില്ലാനമാണ് നബിയും സ്വഹാബത്തും. ശത്രുക്കളോ 1000-ലധികമാണ്. 2 ഇരട്ടി അവരുണ്ട്. സ്വഹാബത്തിന് ആയുധബലവുമില്ല, ഇദ്ദത്തുമില്ല, ഉദ്ദത്തുമില്ല എന്നാണ്. ഇദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഒരുക്കം, ആയുധം വേണം, സജ്ജീകരണങ്ങൾ വേണം, യാത്രാ സൗകര്യങ്ങൾ വേണം. ഇതൊക്കെയാണ് ഇദ്ദത്ത് എന്ന് പറഞ്ഞാൽ. ഇദ്ദത്ത് എന്ന് പറഞ്ഞാൽ എണ്ണം, ഉദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഒരുക്കം. എണ്ണവും ഇല്ല, സജ്ജീകരണങ്ങളും ഇല്ല. അത്രയും ദുർബലമാക്കപ്പെട്ട അവസ്ഥയായിരുന്നു സ്വഹാബത്ത്. എന്നാലും അവർ ഈമാനിന്റെ ബലത്തിൽ മുന്നോട്ടു പോയി. ഈമാനിന്റെ ബലം അതായിരുന്നു ഏറ്റവും വലിയ ശക്തി. അള്ളാഹുവിൽ ഏൽപ്പിച്ച് അവർ മുന്നോട്ടു പോയി. ശത്രുക്കളോ അവര് ഇറങ്ങിയ തന്നെ ബത്തറന്നാണ്, അഹങ്കാരത്തോടെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങളെ തടയാൻ വേണ്ടി ദുഷിച്ച 3 അജണ്ടകളുമായിട്ടാണ് ശത്രുക്കൾ ഇറങ്ങിയത്. നല്ല അജണ്ട അവർക്കുണ്ടായിരുന്നില്ല. ഏറ്റവും മോശമായ 3 അജണ്ടകൾ. 1 ബത്തർ, അഹങ്കാരം. 2
റിയാ. 3 സ്വത്ത്, ആളുകളെ തടയുക. അതുകൊണ്ട് തന്നെ അവർക്ക് എത്ര ആൾബലമുണ്ടായിട്ടും ആയുധബലമുണ്ടായിട്ടും സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടും വിജയത്തിന്റെ ഓരത്തേക്ക് അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. അമ്പേ പരാജയപ്പെട്ടു. ശത്രുക്കൾ സ്വഹാബത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലാതെയായി അലിഞ്ഞു തീർന്നു. അവർ ആ പരാജയം അവർക്ക് സഹിക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞിരുന്നില്ല. അതവർക്ക് ഒരു വലിയ ഷോക്കായിരുന്നു. പ്രതീക്ഷിക്കാത്തൊരു അറ്റാക്കാണ് അവർക്ക് നേരെണ്ടായത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രീതിയിൽ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന വിജയം. നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശത്രുക്കൾക്കുണ്ടായ ആ 3 ദുസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയും ഉണ്ടാകാൻ പാടില്ല. ഒന്ന് അഹങ്കരിക്കുക. എന്തിന്റെ പേരിലാ മനുഷ്യൻ അഹങ്കരിക്കുക? എന്ത് വകുപ്പാണ് മനുഷ്യൻ അഹങ്കരിക്കാനുള്ളത്? അത്രയും ലഈഫാണ് മനുഷ്യൻ. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം പോലും അത് തെളിയിച്ചു തന്നു. മനുഷ്യനൊന്നുമല്ല. മറ്റുള്ളവരുടെ സഹായം, ആശ്രയം കൂടാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അത്രമാത്രം ദുർബലനാണ്. നമ്മുടെ ഈ മൂക്കിന്റെ അറ്റത്തുള്ള ശ്വാസം, ഓക്സിജൻ, അത് മുകളിലേക്ക് വലിക്കാൻ മാത്രം ശ്വാസകോശത്തിന് ശേഷിയില്ല. ഈ മൂക്കിന്റെ അറ്റത്ത് കടന്ന് കളിക്കുന്നു ഓക്സിജൻ. അതങ്ങോട്ട് വലിച്ചു കയറ്റാനുള്ള ശേഷി ആർക്കില്ല? മനുഷ്യനില്ല. അത്രമാത്രം ലഈഫാണ്. പല രാജ്യങ്ങളിൽ നിന്നും അത് കയറ്റി അയക്കേണ്ട അവസ്ഥയുണ്ടായി. അതാണ് അഹങ്കരിക്കാൻ ഒരു നിലക്കുള്ള കഴിവും നമുക്കില്ല. അത്രക്ക് ദുർബലനാണ്. ഇനി ആളുകളെ കാണിച്ച് ചെയ്യാൻ എന്താ ഉള്ളത്? ആളുകളെ കാണിക്കാൻ വേണ്ടി ഇസ്ലാം വല്ലതും ചെയ്ത് കാണിച്ചോ? ഇല്ല. ഇസ്ലാമിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അത്രയും ആത്മാർത്ഥതയോടെ, നിഷ്കളങ്കതയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. 4 ആളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ അള്ളാഹു സ്വീകരിക്കൂല. ശത്രുക്കൾ അവരുടെ അവരെ ഗർവൊക്കെ ഒന്ന് കാണിച്ച് ഞങ്ങൾ വിജയിച്ചു വരാം എന്ന ഹുങ്കോടുകൂടി ആളുകളോടൊക്കെ ഒന്ന് കൊട്ടി ആഘോഷിച്ച് പറഞ്ഞ് അവരിറങ്ങിപ്പോയി. 3-ാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ. ആളുകളെ തടയുക. നല്ലതിൽ നിന്ന് ആളുകളെ തടയുക. അത് ഈ കാലഘട്ടത്തിൽ വ്യാപകമാണല്ലോ. ഒരു നന്മ കേൾക്കാൻ സമ്മതിക്കൂല. നല്ലതിന്റെ കൂടെ നിൽക്കാൻ സമ്മതിക്കൂല. നല്ലതിനു വേണ്ടി വല്ലതും കൊടുത്താൽ, ചെയ്തു കൊടുത്താൽ അതൊക്കെ വലിയ എതിർപ്പും ആക്ഷേപങ്ങളുമായി മാറിയിട്ടുള്ളൊരു കാലം ശത്രുക്കൾക്കുണ്ടായിരുന്ന സ്വഭാവമാണ്. അത് യഥാർത്ഥ മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് വേണ്ടത് അവിടെ സ്വഹാബത്തിന്റെ മനസ്സാണ്, ഈമാനുള്ള മനസ്സ്, അള്ളാഹുവിനോട് എല്ലാം തുറന്ന് പറയുന്ന മനസ്സ്, പരാതികളും പ്രയാസങ്ങളും റബ്ബിലേക്ക് ഏറ്റു പറയുന്ന മനസ്സ്. അതുകൊണ്ട് അവർക്ക് വിജയമുണ്ടായി. അപ്പോ ബദർ നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം, നല്ല ഈമാനുള്ളവരായി നിൽക്കാൻ കഴിയണം. ഒരു സെക്കൻഡ് പോലും നന്ദികേടിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പാടില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. ഇനി 3-ാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അള്ളാഹുവിൽ തവക്കുലാക്കി എന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിലാണ് ഏൽപ്പിക്കേണ്ടത്. ഞാൻ എന്ന വ്യക്തിക്ക് ഒരു സ്ഥാനവുമില്ല, ഞങ്ങൾ എന്നതിന് ഒരു വിലയുമില്ല. ആളുകൾ അങ്ങനെ, ഞാൻ നോക്കിക്കോളാം, ഞാനേറ്റു, ഞാൻ ചെയ്തോളാം. എത്ര നിസാരമായ പ്രയോഗങ്ങളാണ് നമ്മളൊക്കെ നടത്താറുള്ളത്. ഞങ്ങൾ ഏറ്റവും, ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. എന്തൊക്കെ നമ്മൾ വാക്കു കൊടുക്കാറുള്ളത്. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് എത്ര പറയാൻ നാം ബാധ്യസ്ഥരാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിൽ ഞങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിച്ചു, ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾ ഒരുങ്ങി, ഞങ്ങൾ ചെയ്തോളാം. ഇതാണല്ലോ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത്. തവക്കൽതു അലല്ലാഹ്. നമ്മൾ വീട്ടിൽ നിന്ന് അടുത്തുള്ള വീട്ടിലേക്കൊന്ന് പോകുകയാണെങ്കിൽ പോലും ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ്. നമ്മുടെ വാഹനത്തിൽ കയറി വേഗത്തിൽ പായാനുള്ളതല്ല, അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ടാണ് പോകേണ്ടത്.
എന്തും സംഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അല്ലാഹുവിൽ തവക്കുലാക്കി ഇറങ്ങി, അവർക്ക് വിജയമുണ്ടായി. ഒരു കാര്യം തീരുമാനിച്ചാൽ അല്ലാഹുവിൽ ഏൽപ്പിക്കണം എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണ് തീരുമാനിച്ചാൽ, നല്ല ഒരു കാര്യമാണോ, ആ തീരുമാനമെടുത്ത ഉടനെ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്, റബ്ബിൽ ഏൽപ്പിച്ചു. ഇനി അത് പൂർത്തിയാകാനുള്ളതാണെങ്കിൽ പൂർത്തിയാകും, പകുതിയിൽ നിൽക്കാനുള്ളതാണെങ്കിൽ അവിടെ നിൽക്കും, കാൽ ഭാഗത്തിൽ അവസാനിക്കാനുള്ളതാണോ അവിടെ അവസാനിക്കും. ഒന്നും നടന്നില്ല, കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു, ഒന്നും നടന്നില്ല, നമുക്ക് ആശ്വസിക്കാം. അല്ലാഹുവിൽ തവക്കുലാക്കിയല്ലോ, അത് നടക്കാനുള്ളൊരു സമയമായിട്ടില്ല, അതിനുള്ള ശേഷി എത്തിയിട്ടില്ല, അല്ലാഹു ഖളാ ആക്കിയിട്ടില്ല, നമുക്ക് സന്തോഷിക്കാം. തവക്കുലില്ലെങ്കിലോ, ഏറ്റാണ് പോയതാണ്, എന്തുണ്ടായി, ഭയങ്കര ഊക്കിലേറ്റതാണല്ലോ, പിന്നെ അതിൻ്റെ പേരിൽ വർത്താനവും കലവിലയും പ്രശ്നങ്ങളും അങ്ങനെയായിരിക്കും. ഈമാൻ ഉണ്ടെങ്കിലോ, അല്ലാഹുവിൽ തവക്കുലാക്കിയതാണെങ്കിലോ ഒരു പരിഹാരം, ഒരു മഖ്റജ് അവിടെ ഉണ്ടാവും. വമയ്യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു എന്ന്, അല്ലാഹുവിൽ ഏൽപ്പിച്ചാൽ അല്ലാഹ് മതി. നമുക്ക് വേണ്ടതാണെങ്കിൽ അല്ലാഹു ശരിയാക്കി തരും, നമുക്ക് പറ്റാത്തതാണെങ്കിൽ അല്ലാഹു തിരിച്ചുവിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് എത്ര കുറവായിരുന്നു, പക്ഷേ അല്ലാഹുവിൽ തവക്കുലാക്കി. എന്തൊക്കെ സഹായങ്ങളാണ് അല്ലാഹു ചെയ്തു കൊടുത്തത്, കുറച്ചൊന്നുമല്ലല്ലോ. ഏറ്റവും വലിയ സഹായം നോക്കൂ നിങ്ങൾ, അവരുടെ മനസ്സിന് ഒരു ആശ്വാസം കൊടുത്തു എന്നതല്ലേ. വലിയ ശത്രു സൈന്യത്തെ കണ്ടപ്പോ അവര് പതറാതെ അവർക്ക് മുമ്പിൽ പിടിച്ചു നിന്നല്ലോ. എല്ലാ പ്രയാസങ്ങളെയും പേടികളെയും മനസ്സിൽ ഒതുക്കി അവർ നിന്നു. അത് അല്ലാഹു കൊടുത്തൊരു സഹായമാണ്. അവരുടെ കാൽപാദങ്ങൾക്ക് ഉറപ്പ് കൊടുത്തു, അല്ലാഹു കൊടുത്തൊരു സഹായമാണ്. ചെറിയ രൂപത്തിൽ മഴ അല്ലാഹു ആ സമയത്ത് ഇറക്കി, അത് അല്ലാഹു കൊടുത്തൊരു സഹായമാണ്. സ്വഹാബത്തിനൊക്കെ അനുയോജ്യമായ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് എത്താനുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്തു. തവക്കുൽ കൊണ്ട് കിട്ടിയതാണ്. മലക്കുകളെ ഇറക്കി അല്ലാഹു സഹായിച്ചു. മലക്കുകളെ ഇറക്കും എന്നല്ല, മലക്കുകളെ കൊണ്ട് ശക്തി കൊടുക്കുന്നൊന്നുമല്ല, മലക്കുകളെ ഇറക്കി തന്നെ അല്ലാഹു സഹായിച്ചു. ചില ആളുകൾ അങ്ങനെ വ്യാഖ്യാനിച്ച് പറയാറുണ്ട്, മലക്കുകളെ ഇറക്കും എന്ന് അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഇറങ്ങി വിശ്വാസികളെ സഹായിച്ചു എന്ന് പറയാനുള്ള ഈമാൻ ഒളിക്കില്ല. അതതിന്റെ പ്രശ്നം. അല്ലാഹു ഖുർആനിലൂടെ ഗണ്ണിതമായി പറഞ്ഞൊരു കാര്യമാണല്ലോ. അല്ലാഹു മലക്കുകളെ ഇറക്കി, ശൈത്വാൻ അത് കണ്ടു, ശൈത്വാൻ വരണ്ട് ഓടി. ഖുറൈശികൾ എന്നെ ആകെ അജബായി, അവർക്കൊരു ഹൈറാനിയത്ത്, ബേജാറുണ്ടായി. ഇത്ര കുറച്ച് ആളുകൾ എങ്ങനെ ഞങ്ങളെ പരാജയപ്പെടുത്തിയത്? മലക്കുകൾ അല്ലാഹു ഇറക്കി കൊടുത്തു. അല്ലാഹുവിന്റെ സഹായം ഉണ്ടായി. അൽഫിൻ മിനൽ മലായികത്തി മുർദിഫി എന്നാ പറഞ്ഞത്. ആയിരക്കണക്കിന് മലക്കുകൾ ഇറക്കിയിട്ട് അല്ലാഹു സഹായിച്ചു. അപ്പോ അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ നമുക്ക് പല നിലക്കുള്ള സഹായങ്ങളും അല്ലാഹു തരും. അതിനുള്ള ഈമാൻ നമുക്കുണ്ടാകണം. ഇത് ബദർ നൽകുന്ന ഒരു പാഠമാണ്. മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഒരു പ്ലാൻ, ഒരു ഖുത്ത ഇതിനു വേണ്ടി സ്വീകരിച്ചു. ഒരു ഹറിബറിയിലാണ് പോകുകയല്ല, ഒരു ആകപ്പാടെ ഒരു ഓർഡർ ഇല്ലാത്ത, ഒരു ക്രമമില്ലാത്ത ഇറക്കമല്ല ഉണ്ടായത്. നല്ലൊരു പുതിയ ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധത്തിന് വേണ്ടി സ്വീകരിച്ചു എന്നതാണ്. നമുക്കതിൽ വലിയ പാഠമുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് നടത്തുന്നവരാണ് നമ്മൾ, പ്രബോധനം നടത്തുന്നവരാണ്. അപ്പൊ ദഅവത്തിന് നല്ലൊരു പ്ലാന് വേണം. എന്തെങ്കിലും തോന്നിയത് ചെയ്യാന്നുള്ളത് നല്ലൊരു പ്ലാന് ദഅവത്തിന് വേണം. ആ പ്ലാൻ ആരുണ്ടാക്കി തരണം? പണ്ഡിതന്മാർ, ഉമറാക്കൾ, വിവേകമുള്ളവർ, അവരാണ് അത് ഉണ്ടാക്കി തരേണ്ടത്. അൽഹംദുലില്ലാഹ് നമുക്ക് ആ ഒരു സൗഭാഗ്യം ഇന്നുണ്ട്. നല്ല ഉലമാക്കൾ, നല്ല ഉമറാക്കൾ, നല്ല വിവേകമുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അവരോരോ കാര്യങ്ങളും നമുക്ക് ശൂറയിലൂടെ തീരുമാനമാക്കി നമ്മിലേക്ക് തരും. അതനുസരിച്ച് നമ്മൾ ദഅവത്തിലേക്ക് ഇറങ്ങും. അതിൻ്റെ വിജയം എത്രയാണ്, അതിൻ്റെ മാറ്റം എത്രയാണ്.
ഒരു പ്ലാനും ഇല്ലാതെ ദഅവത്തിന് പോയാലോ പല പാളിച്ചകളും ഉണ്ടാവും. അങ്ങനെ പാളിച്ചകൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്, അപാകതകൾ നിലനിൽക്കുന്നുണ്ട്. ഒരു ഓർഡർ, ഒരു ക്രമല്ല, പലതും തെറ്റിപ്പോകുന്നു, വിചാരിച്ചതിലപ്പുറമായി പോകുന്നു, അതിരുവിട്ടു പോകുന്നു. ഉലൂവ് ദീന്റെ കാര്യത്തിൽ അതിരുവിട്ടു പോകുന്നു. എന്തേ? ഒരു പ്ലാനും ഇല്ല. ബദറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പോകുമ്പോൾ ഒരു പ്ലാനില്ലെങ്കിൽ എന്താ കാര്യം? ഈ 300 ചില്ലാൻ ആളുകൾ ആ 1000ന്റെ അടിയിൽ എന്താ ഉണ്ടാകുക? പക്ഷേ നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പോയി. എപ്പോൾ ഇറങ്ങണം കണ്ടോ? എപ്പോഴാണ് നമ്മൾ സൈന്യമായി പോകേണ്ടത്? എവിടെയൊക്കെയാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്? രാത്രി, നാളെ യുദ്ധമാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ എന്തൊക്കെ ചെയ്യണം? എന്തൊക്കെ ആലോചനകളായിരുന്നു അത്. ആ വിജയത്തിലേക്ക് നയിക്കപ്പെട്ട വലിയൊരു കാര്യമാണ് ഒരുക്കം എന്നത്. വളരെ കുറഞ്ഞ വാഹന സൗകര്യമായിരുന്നു. അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം? ആരാണ് യുദ്ധത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടത്? ആരാണ് ദ്വന്ദ്വയുദ്ധ മുബാറസ, അതിനാരാണ് ഇറങ്ങേണ്ടത്? എല്ലാ പ്ലാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി. ഒരു ഇബ്തികാറായ, ഒരു നൂതനമായ ശൈലി അവിടെ സ്വീകരിച്ചു എന്നാണ്. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ ഒരു സഹായമാണ്. എത്രത്തോളം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ഇങ്ങനെ കൂടിയാലോചിക്കും. ഓരോ കാര്യങ്ങളും സ്വഹാബത്തിനോട് കൂടി ആലോചിച്ചാണ് അവിടുന്ന് മുന്നോട്ട് പോയത്. കൂടിയാലോചന, ഷൂറ. ആ ഷൂറ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായ സ്വഹാബിയോട് പോലും കൂടിയാലോചിച്ചു. അതാണ് പ്രത്യേകത. അപ്പോ കൂടിയാലോചന എന്ന ഒരു ഗുണപാഠം അതിൽ നിന്ന് കിട്ടുകയാണ്. ഷൂറ വേണം. ഓരോരുത്തർക്കും തോന്നിയതുപോലെ ചെയ്യാൻ പറ്റൂല. ഒരു കൃത്യമായ ഒരു ആലോചന. അതിപ്പോ 2 ആളാണെങ്കിലും ഇനി ഒരാളാണ്, അയാൾക്ക് പരിചയമുള്ള കുറച്ച് ആളുകളോട് വിളിച്ച് അന്വേഷിക്കണം. ഞാൻ ഇങ്ങനെ ഒരു കാര്യം, ഒരു കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യണം? അതൊക്കെ ഒന്ന് കൂടി ആലോചിക്കണം. നല്ല കാര്യമാണ്. ബർക്കത്ത് കിട്ടാൻ കാരണമാണ്. ഷൂറയിൽ ബർക്കത്തുണ്ടല്ലോ, ബർക്കത്ത് കിട്ടാൻ കാരണമാണ്. അപ്പോ സ്വഹാബത്തുമായിട്ടൊന്നും ഇങ്ങനെ കൂടിയാലോചിച്ചു. അവരെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടു. അതിൽ തന്നെ ഒരു ഗുണപാഠെന്താ? ചെറിയ ആളല്ലേ എന്ന് ഒഴിവാക്കാൻ. അതിപ്പോ ചെറിയ ആളുകളല്ലേ, എന്താ അവരോടൊക്കെ ചോദിക്കുന്നു? അങ്ങനെ പറ്റൂല. യുവാക്കളാണെങ്കിലും പ്രായപൂർത്തിയായ കുട്ടികളാണെങ്കിലും അവരോടൊക്കെ ചോദിക്കണം. അവിടെ അങ്ങക്ക് വല്ലതും പറയണ്ടോ? അല്ലെ നമ്മൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു, ഈ എന്തെങ്കിലും നിർദ്ദേശിക്കാണ്ടോ ഉണ്ടെങ്കിൽ പറയും. അപ്പോഴാക്കാരം നമ്മളൊന്നും വിചാരിക്കാത്ത കാര്യങ്ങള് നമ്മുടെ മക്കളെ പ്രായത്തിലുള്ള ആളുകൾ അത് പറഞ്ഞത് ശരിയാണല്ലോ, അതൊരു ഭയങ്കര കാര്യമാണല്ലോ, നമ്മൾ ആരും ആലോചിച്ചില്ലട്ടോ, നമ്മൾ ആരും ചിന്തിച്ചില്ലട്ടോ. ഇങ്ങനെ എന്ത് ചെയ്യും? നമുക്ക് ബോധമുണ്ടാകും. ഇപ്പോ ഹുബാബുവിന് മുൻദിർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്തവർ വളരെ ചെറിയ സ്വഹാബിയാണ്. ആര്? ഹുബാബ് റളിയല്ലാഹു അൻഹു. അപ്പൊ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. രാത്രി എവിടെ തമ്പടിക്കണം, എവിടെ കേന്ദ്രീകരിക്കണം? അപ്പോ ബദർ എന്ന ആ സ്ഥലത്തിന്റെ അടുത്തെത്തിയപ്പോ അവിടെ പിന്നെ വെള്ളം കുടിക്കാൻ ആവശ്യമായ ആബാറുകൾ, കിണറുകൾ ഉണ്ടായിരുന്നു. അപ്പോ ആ ബദർ എന്ന സ്ഥലത്തിന്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് തമ്പടിച്ചത്. അപ്പോ എല്ലാം കഴിഞ്ഞപ്പോ ഹുബാബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാന്റെ ദൂതരെ, അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടിയത് പ്രകാരമാണോ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്, അതല്ല നിങ്ങളെ ഒരു അഭിപ്രായമായിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അഭിപ്രായമാണ്, എന്റെ ഒരു റഅയാണ്, വഹിയായി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അഭിപ്രായം പറയാണ്ട്, നമുക്ക് ആ കിണറിന്റെ അടുത്തേക്കൊന്ന് മാറി അവിടെ താമസിക്കലാക്കാം, അവിടെ തമ്പടിക്കാം. അതാകുമ്പോ വെള്ളം കുടിക്കാനും സൗകര്യക്കായി, ബദർ എന്ന ആ സ്ഥലത്തിനോട് വളരെ അടുത്തായി എന്നൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ല, നിസാരാക്കല്ല, വേണ്ടാന്ന് പറയല്ല. എല്ലാരും ഇപ്പോ ഞാൻ ഇപ്പൊ ഒരു അഭിപ്രായം അങ്ങനെ കണ്ടപ്പോ ഇനിയിപ്പോ അങ്ങോട്ട് നീങ്ങാനാണ് നിങ്ങളെ അങ്ങനെയൊന്നുമല്ല. ആ അഭിപ്രായത്തെ പരിഗണിച്ചു എന്നാണ്. അത് യുദ്ധവിജയത്തിനൊരു വലിയ കാരണമായി എന്നാണ്. അപ്പൊ നമുക്ക് ചെറിയ സംഗതിയല്ല. ബദർ വിജയിക്കാനുള്ള കാരണങ്ങളിൽ അതിന് സ്ഥാനം കിട്ടി. അപ്പൊ എത്രത്തോളം പരിഗണന ആ വിഷയത്തിനുണ്ടായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക.
അങ്ങനെ ചെറിയവരുമായിട്ടൊക്കെ ഒരു കൂടിയാലോചന, ഷൂറ എല്ലാം കൂടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതുണ്ടാകണം, ഷൂറ വേണം. അത് ഇപ്പൊ വീട്ടിലത്തെ ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിലും ചെറിയ മകണ്ടാവും ഒരു മൂലക്ക് എങ്ങനെ ഇരിക്കണു, ഓതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുക. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഓനെ ഒന്ന് പരിഗണിച്ചാൽ അതൊക്കെ ഭയങ്കര സംഭവക്കാരൻ. ഓൻ തന്നെ ഞെട്ടിപ്പോവും. എന്നോടൊക്കെ അഭിപ്രായം ചോദിച്ചു. ഓൻ്റെ കൂട്ടുകാരോട് പറയും, പുതിയ വീട്, കാക്കാക്ക് പുതിയ വീടുണ്ടാക്കാൻ പോവുകയാണ്, അപ്പൊ അതിന്റെ എങ്ങനെ വേണമെന്നുള്ള അഭിപ്രായം എന്നോട് വരെ ചോദിച്ചു എന്നൊക്കെ ഊറ്റം കൊണ്ട് പറയും. അതൊക്കെ നമുക്കൊരു തുറവിയായിരിക്കും. അതൊക്കെ മക്കളോടൊക്കെ ഒന്ന് കൂടി ആലോചിക്കുക എന്നുള്ളതൊക്കെ വലിയ ഒരു സംഗതിയായിരിക്കും. ഇതൊക്കെ ഈ ചരിത്രം നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ, ഏറ്റവും നല്ല ഒരു ലീഡർ, ഒരു ഖായിദ്, ഒരു നേതാവ്, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറിയൊരു സംഗതിയല്ല. മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ഒരാളായി മാറുക എന്നത് വലിയൊരു വിജയം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടും സ്വഹാബത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കാൻ, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, അവർക്ക് വിലപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ യോഗ്യനായ ആളായിരുന്നു. നമുക്കും അങ്ങനെയാകാൻ സാധിക്കണം. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനുമൊക്കെ നല്ല ഇമാമുകളായി മാറാൻ നമുക്ക് സാധിക്കണം. ഇമാമ് എന്ന് പറഞ്ഞാൽ അത് മിഹ്റാബിന്റെ ഇടയിൽ നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരാളല്ല. അയാൾക്ക് മാത്രമല്ല ഇമാമ് എന്ന് പറയാം. ഒരു കുടുംബനാഥൻ ആ കുടുംബത്തിന്റെ ഇമാമാണ്. ഒരു നാടിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആൾ ആ നാടിന്റെ ഇമാമാണ്. മതകാര്യങ്ങൾ നോക്കി നടത്താൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവർ ആ വിഷയത്തിൽ ഇമാമുകളാണ്. അതുകൊണ്ടാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമുകളാക്കി മാറ്റണേ എന്ന പ്രാർത്ഥന അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്. ജീവിതത്തിലും മരണശേഷവും നമ്മൾ അവർക്ക്, നമ്മുടെ കുടുംബത്തിനും നാട്ടുകാർക്കും ഇമാമുകളായി മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ഏറ്റവും നല്ല ഒരു ഖായിദായതുകൊണ്ട്, ഒരു നേതാവായതുകൊണ്ട് ആ ചരിത്രം ഇന്നും നമ്മൾ ഓർക്കുന്നു, ഇന്ന് നമ്മൾ പഠിക്കുന്നു. സ്വഹാബത്ത് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയോഗ്യനാണ് എന്നൊരു അഭിപ്രായം പറഞ്ഞു? ആരും പറഞ്ഞില്ല. സ്വഹാബത്ത് ഒന്നടങ്കം ആ നേതൃത്വത്തെ അംഗീകരിച്ചു, അനുസരിച്ചു, ആ നേതൃത്വത്തെ പിൻപറ്റാൻ തയ്യാറായി. അത് നമുക്ക് വലിയൊരു പാഠാണ്. ചെറിയ നിസാരമായ ഒരു കാര്യമല്ല, വലിയ വിഷയമാണ്. നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മളാണ് ഇമാമുകളാകേണ്ടത്. നാട്ടിലുള്ള ഓനെ കണ്ടോ, അയാളെ കണ്ടോ, ആ കുട്ടിനെ കണ്ടോ, അങ്ങനെയല്ല. ബാപ്പ, ഉമ്മ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ ഇതൊക്കെ വീട്ടിൽ പരസ്പരം മാതൃകയുള്ളവരായിട്ട് മാറണം. അതാണ് ശരിക്ക് ഒരു നല്ല യോഗ്യനായ ആളാകുക എന്നതിന്റെ ഉദ്ദേശം. അതാണ്. അത് മരണശേഷവും അങ്ങനെ നിലനിൽക്കും. കുടുംബക്കാർക്ക് പറയാൻ കഴിയും, ബാപ്പ ഉണ്ടായിരുന്ന കാലം, ഉമ്മ ഉണ്ടായിരുന്ന കാലം, ജ്യേഷ്ഠൻ ഉണ്ടായിരുന്ന കാലം എന്ന് പറയാൻ കഴിയും. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ മുന്നിൽ നിൽക്കുന്നവരെ ഏത് ഘട്ടത്തിലും നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും. അത് ബദർ നൽകുന്ന വലിയൊരു പാഠാണ്. പലപ്പോഴും പ്രബോധന മേഖലയിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് വലിയ നിരാശ, വലിയ സങ്കടം ഉണ്ടാകാറ് എന്താന്ന് വെച്ചാൽ, ആരും കിട്ടൂല, എത്ര വിളിച്ചാലും ഫോൺ എടുക്കൂല, ഒരു വാട്സാപ്പിൽ മെസ്സേജ് കൊടുത്താൽ പ്രതികരണം ഉണ്ടാവില്ല. ഈ കാലഘട്ടത്തിലെ സൗകര്യങ്ങൾ അത്രയും വലുതാണല്ലോ. ഒരു യോഗത്തിന് വരാൻ കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ പറഞ്ഞ് പിന്മാറും. അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ പ്രബോധന മേഖലക്ക് തടസ്സമായി ഉണ്ടാകാറുണ്ട്. അതിലുണ്ടാകുന്ന അപകടം എന്താണെന്നറിയോ? നമ്മുടെ മുന്നിൽ നിൽക്കുന്നവർക്ക് മാനസികമായ സംഘർഷങ്ങൾ, കുടുസതകൾ, സഹിക്കാൻ കഴിയാത്ത വേദനകൾ, അതാണ് അവിടെ ഉണ്ടാകുക. ഇപ്പൊ നോക്കൂ നിങ്ങൾ, നാളെ ബദറാണെങ്കിൽ ഇന്ന് രാത്രിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്താണെന്നറിയോ? സങ്കടപ്പെട്ട് കരയാണ്, ഭയങ്കര പ്രയാസത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പേടിയുണ്ട്. നിർത്താതെ കരയുന്നു, നിർത്താതെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ സ്വഹാബത്ത് നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തൊരു പ്രകാശമില്ല, ഒരു പുഞ്ചിരിയില്ല, ഒരു സന്തോഷമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലിയ സങ്കടമുള്ള ആളായിട്ടാണ് അവർ കണ്ടത്.
മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ആ രംഗം കണ്ടു. അദ്ദേഹം മുന്നിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താ പ്രവാചകൻ, എന്താ ഒരു പുഞ്ചിരി, ഒരു ചിരി കാണുന്നില്ലല്ലോ? അവിടുന്ന് പറഞ്ഞു, നാളെ ബദറാണ്, ഒന്നുമില്ല, ആ ഒരു പേടിയാണ്, അതുകൊണ്ടാണ് കരയുന്നത്. മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ആ സങ്കടത്തിൽ കൂടല്ല, നാളെ ബദറല്ലേ, എന്താ നമ്മൾ ചെയ്യുക, ഒന്നുമില്ലല്ലോ, ആകെ ഇടങ്ങാറായല്ലോ. അങ്ങനെയല്ല, ഒരു പരിപാടിയൊക്കെ തീരുമാനിച്ചാൽ കണ്ടോ, നാളെ ഇപ്പൊ ആ സമ്മേളനം, എന്താ നമ്മൾ ചെയ്ത്? എല്ലാവരും ഇങ്ങനെ ഭയങ്കര വെപ്രാളപ്പെട്ടു നമ്മൾ ഇത്തരത്തിനും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? അങ്ങനെയല്ല, ആകെ ഒരു ഹൈറാനിയത്ത്, ഒരു ബേജാർ. മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാന്റെ ദൂതരെ, ഈ കാണുന്ന സ്വഹാബത്തുണ്ടല്ലോ, നിങ്ങളെ 4 ഭാഗത്തുണ്ട്. എന്ത് ചെയ്യാൻ പറഞ്ഞാലും എടുത്തു ചാടാൻ പാകത്തിന് ഇതാ സ്വഹാബത്തുണ്ട്, ഞങ്ങൾ 4 ഭാഗത്തുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല. ബനൂ ഇസ്രായേൽ എന്താ പറഞ്ഞത്? മൂസാ, നീയും നിന്റെ റബ്ബും വേണമെങ്കിൽ പോയിട്ട് യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ ഇരിക്കുക, ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്, ഞങ്ങളെ കിട്ടൂല, അങ്ങനെ ഞങ്ങൾ പറയില്ല. ഞങ്ങൾ അങ്ങയുടെ കൂടെ പോരാടാനുണ്ടാകും. എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന, അനുസരിക്കുന്ന അനുചരന്മാരായി ഞങ്ങൾ ഉണ്ടാകും പ്രവാചകരെ. അത് കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പ്രസന്നമായി, പുഞ്ചിരിയുള്ള മുഖമായി, സന്തോഷിക്കുന്ന മുഖമായി. മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരി കണ്ടിട്ടാ മടങ്ങിപ്പോയത്. ആ ഒരു രംഗാലോചിച്ചൊക്കെ നിങ്ങൾ, ആ സന്തോഷിക്കുന്ന മുഖം കണ്ടിട്ടാ തിരിഞ്ഞു പോയത്. അപ്പൊ സഹോദരങ്ങളെ, നമുക്ക് ഒരു വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കാൻ കഴിയണം, ഒരു 10 രൂപ കൊണ്ട് സന്തോഷിപ്പിക്കാൻ കഴിയണം. 10 റുപ്യ കൊടുത്താൽ മതി. നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ കുടുംബത്തെ കൊണ്ട് ദഅവത്തിനെ സന്തോഷിപ്പിക്കാൻ, അതിന് മുന്നിൽ നിൽക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബത്ത് സന്തോഷം കൊടുത്ത പോലെ. ഇതൊക്കെയാണ് ബദർ നമുക്ക് നൽകുന്ന പാഠം എന്ന് പറഞ്ഞാൽ. മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ, എപ്പോഴും പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാകണം. പ്രാർത്ഥന ശരിക്കും വലിയൊരു ആയുധമാണ്, അതൊരു പരിചയമാണ്. എന്തിനേയും വെട്ടാൻ പറ്റിയ ആയുധമാണ് പ്രാർത്ഥന. എത്ര ശക്തമായ വെട്ട് വന്നാലും അതിനെ തടുക്കാൻ പറ്റിയ പരിചയമാണ് പ്രാർത്ഥന. അതുകൊണ്ടാണല്ലോ അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പഠിപ്പിക്കപ്പെട്ടത്. പ്രാർത്ഥന അതാകുന്നു ഇബാദത്ത്, അതാകുന്നു ആരാധന. ആരാധനയുടെ ഒരു ആത്മാവ് തന്നെയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയില്ലാത്ത ഒരൊറ്റ ഇബാദത്ത് ഇസ്ലാമിലുണ്ടോ? ഇല്ലല്ലോ. എല്ലാ ഇബാദത്തിനും പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഇത് റബ്ബിന് വേണ്ടിയാണ്. അതന്നെ പ്രാർത്ഥന, ഇത് റബ്ബിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ മുഖമൊന്ന് കാണണം, മറ്റൊരാഗ്രഹമല്ല. ഒരു മാലിന്യം നീക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സെന്തായിരിക്കണം? അള്ളാഹിന്റെ പ്രീതി, അള്ളാഹിന്റെ മുഖം കാണണം, വേറെ ആരെ കാണിക്കാനുമല്ല. അതാണ് ദുആഇന്റെ ഏറ്റവും കാമ്പതാണ്. ആത്മാർത്ഥമായി ആരുടെ മുമ്പിലാണോ നമ്മൾ കാര്യങ്ങൾ പറയുന്നത്, അതാണ് ദുആ, അള്ളാഹുവിന്റെ മുമ്പിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്രയും ഉറപ്പ് നൽകിയത്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, എന്നോട് പ്രാർത്ഥിച്ചോളി, ഞാൻ ഉത്തരം ചെയ്യാം. പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ അല്ലാഹുക്കല്ലാതെ വേറൊരു മഖ്ലൂക്കിനും ഒരാൾക്കും കഴിയില്ല. അത് അള്ളാഹിന്റെ മാത്രം പ്രത്യേകതയാണ്. പ്രാർത്ഥന കേൾക്കുന്നവനും അള്ളാഹു മാത്രം, വേറെ ആരും പ്രാർത്ഥന കേൾക്കൂല. ചിലപ്പോ നമ്മളിങ്ങനെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന റബ്ബി ഗ്ഫിർലി എന്നൊക്കെ പറയുന്നുണ്ടാവും. അത് കേൾക്കുക അല്ലാഹ് മാത്രം. എന്താ കേൾക്കുക എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സ് അത് അല്ലാഹ്ക്ക് അറിയൂ. ഇപ്പൊ ഞാനിവിടുന്ന് ഇങ്ങനെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്നിങ്ങനെ പറയാം, അപ്പൊ എന്റെ മനസ്സിൽ പിന്നെ എന്നാണെങ്കിൽ കഴിഞ്ഞില്ലേ? അത് നിങ്ങൾ ആരെങ്കിലും അറിയും? ഇല്ലല്ലോ. എന്റെ അടുത്തിന്റെ ചാരിയിരിക്കുന്ന ആൾ, അയാൾക്കറിയോ? ഇല്ല. കൂടെ അടുത്ത് കിടക്കുന്ന ഭാര്യ, ആ ഭാര്യക്ക് അറിയും? ഇല്ല. ആ മനസ്സുകൾക്ക് അള്ളാഹ്ക്ക് തന്നെ കഴിയും. അത് വേറെ ആർക്കും കഴിയൂല. അത് വേറെ ആരുടെയും കഴിവല്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കാൻ തയ്യാറായാൽ മതി, തരാൻ അള്ളാഹ് റെഡിയാ. ചോദ്യം എന്തായിരിക്കണം? ഇഖ്ലാസോടെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച കാര്യം നോക്കൂ നിങ്ങൾ.
അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻജിസ്ലി മാ വഅദ്തനി, നീ വാഗ്ദാനം നൽകിയത് എനിക്ക് നൽകണേ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുവേ, നീ തരാന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് വിജയമാണല്ലോ, അതെനിക്ക് നൽകണേ നാഥാ. അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹിൽ ഉസാബ മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആളുകളായിട്ടുള്ള ഈ കൊച്ചു സംഘം നശിച്ചു പോയാൽ ആ സമയത്ത് ലാ തുഅബദ് ഫിൽ അർദ്, ഇനി ആ ഒരു കാലത്ത് നിന്നെ ആരാധിക്കപ്പെടാൻ വേറെ ആരും ഉണ്ടാവൂല. വേറെ കാലത്ത് ആളുകൾ വരും, പക്ഷെ ആ ഒരു സമയത്ത് ആ സംഘം നശിപ്പിക്കപ്പെട്ടാൽ പിന്നെന്തില്ല, അവിടെ നിന്നെ ആരാധിക്കാൻ അത്രമാത്രം ആളുകൾ ഇനിയില്ല. അതുകൊണ്ട് റബ്ബേ, എനിക്ക് വാഗ്ദാനം നൽകിയ ആ വിജയം എനിക്ക് നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്ര ശതമാനം സ്ഥാനമുണ്ട് നോക്കുക. അതനുസരിച്ചായിരിക്കും നമ്മുടെ ആശ്വാസം, അതനുസരിച്ചായിരിക്കും നമ്മുടെ സമാധാനം, അതനുസരിച്ചായിരിക്കും നമ്മുടെ സ്വസ്ഥത. നമ്മുടെ റബ്ബിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെന്ത് ബേജാറാ, പിന്നെന്ത് പ്രശ്നം? പിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൽ അലിയും, ഈ പ്രാർത്ഥന കൊണ്ട് അലിയും. അതാണ് സഹോദരങ്ങളെ പ്രാർത്ഥന ശക്തി എന്ന് പറഞ്ഞാൽ. അതിന്റെ വലിയ തെളിവാണ് ബദർ യുദ്ധം. ആ ഒരു പാഠം നമ്മൾ ഉൾക്കൊള്ളുക. മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ, കൂടെയുള്ളവർക്ക് എപ്പോഴും ഒരു പ്രചോദനം കൊടുക്കണം, ഒരു പ്രേരണ. തളർത്താൻ പാടില്ല. ഇപ്പോ മുന്നിൽ നിൽക്കുന്ന ആളെന്നെ ഇങ്ങനെ തലയിലൊക്കെ ചൊറിഞ്ഞ് കോട്ടുവായി കിട്ടുകാണ്ട് എന്താ പിന്നെ ചെയ്യാ, എനിക്കൊരെത്തും കൂടിയും കിട്ടണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കൂടെ വന്ന ആൾക്കാർ മൂപ്പരനെ ഇപ്പൊ എങ്ങനെ, ആകെ നമ്മൾ മൂപ്പരെ പ്രതീക്ഷ വന്നത്, മൂപ്പരനെ ഇപ്പൊ ഇതാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വന്ന ആൾക്കാരുടെ അവസ്ഥ എന്താക്കാൻ? അപ്പൊ മുന്നിൽ നിൽക്കുന്ന ആളെപ്പോഴും എന്തായിരിക്കണം, ദാ ഇത് നമ്മൾ ചെയ്താൽ ഇതൊക്കെയാണ് നേട്ടം എന്ന് ശരിക്ക് പറഞ്ഞ് എന്ത് ചെയ്യണം, മനസ്സിനെ കിട്ടും ഇളക്കിന് വിടും. നല്ല സ്ഥൈര്യം കൊടുക്കണം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി, ബദറിൽ നിങ്ങൾ പങ്കെടുത്തോ നിങ്ങൾക്ക് ഉറപ്പാ സ്വർഗം, അതാ കൊടുത്തത്. ഇനി അതിലപ്പുറം എന്താ ഇനി വേണ്ടത്? തളർത്തിയില്ല. ഈ ബദറിൽ നിങ്ങൾ പങ്കെടുത്തോ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്. ബദറിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വർഗമുണ്ട്. അതവർക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. സ്വഹാബത്തിന് അത് വലിയ ആശ്വാസമായി, വലിയ സമാധാനമായി, അവർക്ക് ഒന്ന് മുന്നിട്ടിറങ്ങാനുള്ള പ്രേരണയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കാനുള്ള ഒരു ശക്തി, ഒരു ധൈര്യം, ഈമാനികമായ ഫലം അവർക്ക് കിട്ടി. അപ്പോ എവിടെയും നമ്മൾ ഒരു പ്രചോദനം കൊടുക്കുന്ന ആളുകളാകണം, ഒരിക്കലും തന്നെ മടുപ്പിക്കുന്ന ആളുകളായിട്ട് മാറാൻ പാടില്ല. പ്രചോദനം കൊടുക്കുന്ന ആളുകളായി മാറാനാണ് നമ്മൾ എപ്പോഴും തയ്യാറാകേണ്ടത്. അത് ബദർ നമുക്ക് നൽകിയ പാഠമാണ്. ഏറ്റവും പ്രധാനം നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ളവർക്ക് പ്രേരണ കൊടുക്കേണ്ടവർ നമ്മളാണ്. അവർക്ക് മുമ്പിൽ നമ്മൾ തളർന്നാൽ അതങ്ങനെ വാടും, ആ വീടന്നെ ഉണങ്ങും. നേരെ മറിച്ച് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന്റെ വലിയ ഭാഗം പുറത്ത് കാണിക്കാതെ അതൊക്കെ ഒന്നിങ്ങനെ ഒരു മൂലയിലേക്കാക്കി വെച്ച് വീട്ടിലുള്ളവർക്ക് നല്ല ഊർജവും ഉണർവും പ്രേരണയും കൊടുത്താൽ ആ വീട് എപ്പോഴും ജീവുള്ള വീടായിട്ട് മാറും. ആ വീടിനെ കാണുന്നവർക്കും ഒരു ജീവൻ ഉണ്ടാവും. പിന്നെ നാട്ടിലിറങ്ങിയാലും അങ്ങനെ തന്നെ ആകണം. നാട്ടിലും ഇങ്ങനെ ഉണങ്ങി തൂങ്ങി നടന്നാൽ എപ്പോഴും അതായിരിക്കും, അതൊരു ഉഷാറില്ലാത്ത ഒരാളാണ്, ഒരു ജീവല്ലാത്ത മനുഷ്യനാണ് ഇങ്ങനെ പറയും. എന്തുണ്ടെങ്കിലും നമ്മൾ എല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഊർജ്ജസ്വലരായി നിന്നാൽ അത് പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു ഫലമാണ്. നമ്മൾ സ്വയം മനസ്സിന് കൊടുക്കുന്ന പ്രേരണ കൊണ്ട് കിട്ടേണ്ട ഒരു ഫലമാണ്. ഇനി മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ, വിശ്വാസികൾ തമ്മിലുള്ള ആ സ്നേഹം, മുവാലാത്ത്, സ്നേഹബന്ധം, അത് ശരിക്ക് പ്രകടമായ ഒരു സമയമായിരുന്നു ബദർ. ഒരിക്കലും തന്നെ എന്തായിട്ടില്ല, അവർക്കിടയിൽ ഒരു നിഫാഖിന്റെ പണി ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം വെച്ചുകൊണ്ട് ബദറിലേക്ക് പോവുക, അതുണ്ടായിട്ടില്ല. സംശയം വെച്ച് പോയിട്ടില്ല. അല്ലെങ്കിൽ ഒരു വസുവാസ്, അതുണ്ടായിട്ടില്ല. ഒറ്റ മനസ്സോടെ, ഒരു ഈമാനോടുകൂടി ഒറ്റ മനസ്സോടെ അവർ ബദറിലേക്ക് പോയി. അപ്പൊ എന്താ ഉണ്ടായത്? വിശ്വാസികൾ തമ്മിൽ നല്ല ഐക്യത്തിൽ നിന്നു. ശത്രുക്കളോട് പോരാടാൻ അവർക്ക് വലിയ ഒരു മനസ്സുണ്ടായി. ഇതൊക്കെ ശരിക്ക് ഈ കാലഘട്ടത്തിൽ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഈമാനുള്ളവർ
പരസ്പരം സ്നേഹിക്കണം. ഈമാനുള്ളവരെ ഒറ്റിക്കൊടുക്കാൻ പറ്റൂല, അവരെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റൂല, കബളിപ്പിക്കാൻ പറ്റൂല. അതിലൊന്നുമില്ല. തൽക്കാലം എന്തെങ്കിലും സുഖം ഉണ്ടാവും, ശാശ്വതമായി ഒന്നും നേടാല്ല, ശിക്ഷയല്ലാതെ ഒന്നും കിട്ടാനില്ല. പിന്നെന്തിനാ പണിക്ക് പോണത്? വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സൂറത്തു നൂഹിന്റെ അവസാനത്തിലെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസ്ദിൽ ളാലിമീന ഇല്ലാ തബാറാ. റബ്ബേ, എനിക്ക് പൊറുത്തുതാ, എന്റെ മാതാപിതാക്കൾക്ക് പൊറുത്തുതാ, എന്റെ വീട്ടിലേക്ക് വന്ന ഈമാനുള്ളവർക്ക്, അതാണുങ്ങൾ പെണ്ണുങ്ങൾ, അവർക്കെല്ലാം പുറത്തു കൊടുക്ക റബ്ബേ. വലാ തസ്ദിൽ ളാലിമീന ഇല്ലാ തബാറാ. അക്രമം കാണിക്കുന്ന, അക്രമത്തിന് വേണ്ടി ജീവിക്കുന്ന, അക്രമം സൃഷ്ടിക്കുന്ന ആളുകൾക്ക് നാഥാ നാശം കൊടുക്കണേ. ഇതൊരു പൊതുവായ കാര്യമാണ്. നാട്ടിലൊരു തോന്നിയാസ് ഉണ്ടെങ്കിൽ ആ തോന്നിയാസിനെ നല്ല ആളുകൾ അനുകൂലിക്കൂ? ഇല്ലല്ലോ, ഉറപ്പല്ലേ? അപ്പൊ ഇനി എവിടെ അക്രമം കാണിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും ആ അക്രമികളെ പ്രോത്സാഹിപ്പിക്കാൻ വിശ്വാസികൾക്ക് കഴിയൂല. അക്രമത്തിന്റെ കൂടെ നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കൂല. ഒരു വിശ്വാസിക്ക് ഒരു തീവ്ര ചിന്താഗതിക്കാരൻ, ഒരു ഭീകര ആശയം പഠിപ്പിക്കുന്ന ആള്, ഒരു വർഗീയ സ്വഭാവം കാണിക്കുന്ന ആള്, അങ്ങനെ ആകാൻ ഒരു ഈമാനുള്ളവന് കഴിയൂല. എന്തേ കാരണം? വലാ തസ്ദിൽ ളാലിമീന ഇല്ലാ തബാറാ. അക്രമികൾക്ക് നാഥാ നാശം കൊടുക്കണേ എന്നാണ് അവന്റെ പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാൾ എങ്ങനെ ഭീകരവാദിയാകുക? ഒരാളെങ്ങനെ തീവ്രവാദിയാകുക? ഒരാളെങ്ങനെ വർഗീയവാദിയാകുക? ആകൂല എന്നുറപ്പല്ല. ഈമാണ്ടെങ്കിൽ ആകൂല. അപ്പൊ ഈമാനുള്ളവർക്ക് നേരെ അത്തരം ആരോപണങ്ങൾ, അധിക്ഷേപങ്ങൾ ഉണ്ടായാൽ അതിനെ നമുക്ക് നേരിടാൻ കഴിയണം. ഈമാനുള്ളവന് കഴിയൂല. ഈമാനുള്ളവന് എന്തിനെ കഴിയുള്ളൂ? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. ഈമാനുള്ളവർക്ക് എപ്പോഴും സഹോദരങ്ങളായി നിൽക്കാൻ, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, സഹോദരങ്ങളായി നിൽക്കുക. ലാ തബാഗദു വലാ തഹാസദു വലാ തജസ്സസു വലാ തഹസ്സസു. കുത്തി പറയൂല, ചാരപ്പണി നടത്തൂല, ദേഷ്യം വെക്കൂല, അസൂയ വെക്കൂല, കിബർ കാണിക്കൂല, കൈവടിയുകയില്ല. ഒന്നും ഈമാനുള്ളവർ തമ്മിൽ ഉണ്ടാവൂല. ഈമാൻ ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. ഒരു പറയം മുസ്ലിം, അതായത് പേരുകൊണ്ട് മാത്രം ഒരു മുസ്ലിം, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. ഈമാനുള്ള മുസ്ലിം ആണെങ്കിലോ കഴിയൂല. ഈമാനുള്ള മുസ്ലിം ആണെങ്കിൽ അവൻ ആ സത്യത്തിന്റെ കൂടെ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സ്വാദിഖീൻ എന്ന് നമ്മളെ പഠിപ്പിച്ചത്. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ സത്യത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കുക. ഇത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ നിലക്കുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ഗുണപാഠങ്ങളെ നമുക്ക് നൽകിയിട്ടുള്ള സംഭവമാണ് ബദർ എന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിന്റെ ഭാഗമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ ക്ലാസ്സുകളിൽ നിന്നും ഖുത്ബകളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നുമൊക്കെ അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ, ബദറിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു ചരിത്രം എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കാത്ത ഒരാളെയും ബദറിക്ക് കൊണ്ടുപോയിട്ടില്ല. വലിയൊരു കാര്യമാണത്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും, തിരക്കല്ല, കുറച്ചൊക്കെ ഒരു പിന്നെ കച്ചറി ഇതൊക്കെ ഉണ്ടെങ്കിലും ആള് ഇതിനൊക്കെ പറ്റിയ ആളാണ് എന്ന് നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ. ആ വിചാരം പറ്റൂല. ആ വിചാരം ദീന്റെ കാര്യത്തിൽ പറ്റൂല. ദീനീ കാര്യങ്ങളിൽ ഒരു ബർക്കത്ത് കിട്ടണമെങ്കിൽ ഈമാനുള്ള മനുഷ്യന്മാരായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോ നല്ല ആകാരം, നല്ല ശരീരമൊക്കെ ഉള്ള, കണ്ടാലൊക്കെ ഒരു കുറച്ച് ആളുകളെ ബലം തോന്നിപ്പിക്കുന്ന ഒരാളെ കണ്ടു. അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ അയാളെ കണ്ടപ്പോ അയാളെ കിട്ടിയ തിരക്കടില്ല കേട്ടോ. അയാളുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ ബലം അയാളെ മേത്തന്നെ ഉണ്ടല്ലോ, അയാള് ബദർക്ക് പോരുകയാണെങ്കിൽ തിരക്കടില്ല എന്നിങ്ങനെ പറഞ്ഞ് ഒരാശ ആ സ്വഹാബത്തിനുണ്ടായി. അപ്പൊ അയാള് ഞാനും പോരട്ടെ എന്ന് ചോദിച്ചു സ്വഹാബത്തിനോട്. സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ നമുക്ക് അയാളെയും കൊണ്ടുപോയാലോ എന്ന നിലക്കായി. അള്ളാഹുവിലും അള്ളാഹുവിന്റെ ദൂതരിലും വിശ്വാസമുള്ള ആളാണോ? ഇല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല, പറ്റൂല. അയാള് പിന്നെയും വന്നു, ഇതേ ചോദ്യം. അയാൾ റെഡിയായില്ല. മൂന്നാമതും വന്നു, ഇതേ ചോദ്യം. അയാൾ റെഡി. മൂന്നാമത്തെ തവണയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തോടു കൂടിയാണ് അയാൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. അപ്പോഴേ അയാൾക്ക് അനുവാദം കിട്ടിയതുള്ളൂ. എന്തേ കാരണം? ഇത് ഒരു ന്യായത്തിനു വേണ്ടി, ഒരു നീതിക്ക് വേണ്ടി, സത്യത്തിന്റെ വിജയത്തിനു വേണ്ടിയുള്ള യാത്രയാണ്. ആ യാത്രയിൽ എന്തെങ്കിലും ഒരു കെടുമ്പ്, ഒരു കേട് ഉണ്ടെങ്കിൽ അതതിനെ ബാധിക്കും. അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത്രയും വിശ്വാസമുള്ള ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേക്ക് കൊണ്ട്, അല്ലാതെ ആ തടിയും വണ്ണം നോക്കിയിട്ടൊന്നും ആരെയും കൊണ്ടുപോയിട്ടില്ല. മറ്റെന്തെങ്കിലും പവർ നോക്കിയിട്ട് ആരെയും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ആ നിലക്കുള്ള ഒരു നേട്ടമാണ് ബദറിലൂടെ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ബദറിൽ ഉണ്ടായ ഒരു സംഗതിയാണ്, സ്വഹാബത്തിൽ ഏറ്റവും ചെറിയ 2 സ്വഹാബികളാണല്ലോ അബൂജഹലിനെ ബദറിൽ തീർത്തത്. അബൂജഹലിന്റെ കഥ കഴിച്ചതാരാ? ഏറ്റവും 2 ചെറിയ സ്വഹാബികളാണ്. അവര് ചോദിച്ചു, എവിടെ അബൂജഹൽ? ചോദിച്ചാണ് ചെന്നു എന്നാണ്. അബൂജഹൽ ആരായിരുന്നു? അന്നത്തെ വലിയ കിങ്കരനായിരുന്നു, അല്ലേ? ഖുറൈശികളുടെ പ്രമുഖനായ നേതാവായിരുന്നു. പക്ഷേ ആ നേതാവിനെ തകർത്തത് ആരായിരുന്നു? 2 ചെറിയ സ്വഹാബികളാണ്. അപ്പോ ചെറുപ്പക്കാരാണ്, ചെറിയവരാണ് എന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല. ആ ചെറിയവരെ കൊണ്ട് ചിലപ്പോ വലിയ ആളുകളെ കൊണ്ടൊക്കെ ഉണ്ടാകുന്നതിനേക്കാളും വമ്പിച്ച വിജയവും നേട്ടവും ഉണ്ടാവും. അതൊക്കെ ബദർ, ആ യുദ്ധം അതിന് സാക്ഷിയായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ സംഭവമാണ് ബദർ എന്നത്. ആ ബദറിന്റെ പിന്നാലെയുള്ള അതിനെ കേന്ദ്രീകരിച്ചുള്ള തെറ്റിദ്ധാരണകളെ, അതുപോലെ തന്നെ ഇല്ലാത്ത കഥകളെ, ശിർക്കൻ പ്രചാരണങ്ങളെ, ബിദ്അത്തുകളെ ഒക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങൾക്ക് ഒരു ചെറിയ അംശം പോലും നമ്മൾ സഹകരിക്കാൻ പാടില്ല. അങ്ങനെ സഹകരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മൾ അതിൽ നിന്ന് സത്യം പറഞ്ഞു കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തി അവരെ പിന്മാറ്റണം. എന്ത്? ലഅനല്ലാഹു മൻ ആവാ മുഹദിസൻ എന്നാണ്. ബിദ്അത്തുകാരന് അഭയം കൊടുത്താൽ, അഭയം എന്ന് പറഞ്ഞാൽ ആ ബിദ്അത്തിന്റെ കാര്യത്തിൽ അഭയം കൊടുക്കുക, അല്ലാതെ ഓന് വേണ്ട നല്ല കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന വിഷയത്തിലല്ല. അത് ചെയ്തു കൊടുക്കണം, അത് വേറെ. അവന്റെ നല്ല കാര്യങ്ങളിലൊക്കെ സഹകരിക്കണം, അവൻ എന്തെങ്കിലും ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആ ബിദ്അത്തിന് വേണ്ടി വല്ല സഹകരണവും വല്ല പിന്തുണയും നമ്മൾ അറിയിച്ചു കൊടുത്താൽ അത് അള്ളാഹുവിന്റെ ശാപം കിട്ടാൻ കാരണമാണ്. അപ്പൊ എത്ര ഗൗരവമുണ്ട് ആലോചിക്കുക. ബദറിലേക്ക് പോയവർ അള്ളാഹുവിനോട് സഹായം തേടിയവരാണ്. നമ്മളും സഹായം തേടേണ്ടത് അള്ളാഹുവിനോടാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇത്രയും നല്ലൊരു പ്രഖ്യാപനം വേറെ എവിടെയുള്ളത്? അല്ലേ? ഇത്രയും നല്ല ഒരാശയം ലോകത്ത് വേറെ എവിടെയുള്ളത്? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആ സഹായത്തേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണം. നമ്മുടെ സ്വയം കഴിവുകൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയൂല. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കണമെങ്കിൽ പോലും നമ്മുടെ സഹായം ഒറ്റക്ക് മതിയോ? ഇല്ല. ആ ഗ്ലാസ് എടുക്കാനും നമ്മുടെ കൈകൾ പൊങ്ങാനും നമുക്ക് വെള്ളം കിട്ടാനും അത് തൊണ്ടയിൽ നിന്നിറങ്ങാനും അള്ളാഹുവിന്റെ സഹായം വേണം. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകുക? ഈ ഗ്ലാസ് എടുക്കാൻ വേണ്ടി കൈയാണ് പൊങ്ങിയില്ല, അല്ലെങ്കിൽ കയ്യിൽ ഗ്ലാസ് കിട്ടി അത് വഴുതി വീണു, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായി. ആ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടായിട്ടില്ല. അത്രേ ഉള്ളൂ. അപ്പോ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ സഹായം നമുക്ക് അനിവാര്യമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ആ ഏറ്റവും മുഖ്യമായ കാര്യം, ഇദാ സഅൽത ഫസ്അലില്ലാ. എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹിനോട് ചോദിക്കുക. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് തേടുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈമാനികമായ ഒരു ഉണർവും ഒരാവേശവും ഒരു ഊർജവും ഈമാനിക വർധനവും ഒക്കെ നമുക്ക് സമ്മാനിക്കുന്ന അൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ഒരു ദിവസമാണ് ബദർ എന്നുള്ളത്. ആ കാര്യത്തെ ആ രൂപത്തിൽ തന്നെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും അതിൽ നിന്ന് ലഭിച്ച ഗുണപാഠങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്ത് മുന്നോട്ട് പോകാനും നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ കുറച്ച് ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ നാട്ടിലേക്കുള്ള ഒരു സഹായം
അവിടെ ദീനിയായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ അൽ ഹിക്മ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. കഴിഞ്ഞ വർഷം പിന്നെ റമദാനിൽ അതിൻ്റെ ചെലവിലേക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും സമാഹരിക്കാൻ സാധിച്ചിട്ടില്ല. ചെലവ് എന്ന് പറഞ്ഞാൽ ആ സംവിധാനം നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു കേന്ദ്രം ഉണ്ടാക്കി. അതിൻ്റെ കടം ഇപ്പോഴും ബാക്കിയാണ്. വളരെ കുറഞ്ഞ പ്രവർത്തകർ മാത്രമാണ്. അവർ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ അതിലേക്ക് ചെയ്തു. ഇപ്പോഴും ആ ബാധ്യത ഒരു അവശേഷിച്ച് കിടക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അതിലേക്ക് നൽകണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഒരു മാസം ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഈ കോവിഡും കാര്യങ്ങളും വന്നിട്ടാണ് അവിടെ കൂടുതൽ കാര്യങ്ങൾ ഇല്ലാതായിട്ടുള്ളത്. ഇപ്പോൾ ഈ റമദാനിൻ്റെ ക്ലാസ്സുകൾ പോലും അവിടെ നടത്തി വന്നിരുന്നു. പക്ഷെ സാഹചര്യം കുറച്ച് അനുകൂലമല്ലാത്തത് കൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല ഒരു സഹായം അതിൻ്റെ കടബാധ്യത തീർക്കുന്നതിലേക്ക് നൽകണം എന്ന് വളരെ വിനയത്തോടു കൂടി ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. റമദാനാണ്, നമുക്കറിയാം. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വലിയ മൂല്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളറിയാത്ത, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ നിന്നുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങളുടെ വിഹിതവും നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ആ കാര്യത്തിൽ സഹകരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളുമായി നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാമും നമ്മുടെ രാജ്യവും അനുഭവിക്കുന്ന വ്യാധിയിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.